ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ആശിഷ്. നമ്മളിന്ന് സെക്രട്ടറി അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള മുൻകാല ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കാറ്റഗറി നമ്പർ 576/2024 ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഡേറ്റ് December 31, 2024 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് January 29, 2025 സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിലിംസിൻ്റെ എക്സാം തീയതി PSC പബ്ലിഷ് ചെയ്തേക്കുന്നത് May, July 2025 മാസങ്ങളിലായിട്ടാണ്. സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസിൻ്റെ എക്സാം PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത് August, October 2025 മാസങ്ങളിലായിട്ടാണ്. അപ്പം നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പം നമ്മുടെ ഈ പ്രിലിമിൻസിൻ്റെ എക്സാം ഏതൊക്കെ മാസമാണ്? മെയ്, ജൂലൈ മാസങ്ങളിലായിട്ടാണ് 2025. അതോടൊപ്പം തന്നെ മെയിൻസിൻ്റെ എക്സാം August, October മാസങ്ങളിലായിട്ടാണ്. 2025 August, October മാസങ്ങളിലായിട്ടാണ് മെയിൻസിൻ്റെ എക്സാം തീയതി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രസ്താവന ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഈ പ്രസ്താവന ക്വസ്റ്റ്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ. അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ള സഭയെ വിളിക്കുന്ന പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭ. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? BR അംബേദ്കർ ആണ്. അപ്പോൾ ആദ്യം തന്നെ ബേസിക്കായിട്ട് പഠിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടന തയ്യാറാക്കിയത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് BR അംബേദ്കർ. ആരാണ്? BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു മുൻഗാമിയുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്ന നിയമം ഏത് നിയമം എന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്ന നിയമം. സ്കൂൾ ടെസ്റ്റിലൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്ന നിയമമാണ് ഏത് നിയമം? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 August 15 ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 January 26 ഈ 1947 August 15 1950 January 26 അകത്ത് വെച്ചിട്ട് ഇന്ത്യയിൽ നിയമങ്ങളെല്ലാം നിർമ്മിച്ചിരുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്ന നിയമമാണ് ഏത് നിയമം? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വ്യക്തി മാത്രമല്ല, ഒരു കൂട്ടം വ്യക്തികൾ അടങ്ങുന്ന ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്ന നിയമം ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ നിയമമാണ് ഏത് നിയമം? ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന് അറിയപ്പെടുന്ന നിയമമാണ് ഏത് നിയമം? ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇത്രയും ഓർത്തു വെച്ചേക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഏത് നിയമത്തിനോട് ആണ് എന്ന് ചോദിച്ചാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ആശയം കടമെടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഏത് കോൺസ്റ്റിറ്റ്യൂഷനാ? ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കടമെടുത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏതു രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനും. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ
കടപ്പെട്ടിരിക്കുന്ന നിയമം ഏത് നിയമം എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്ന നിയമമായിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അപ്പൊ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് 1934 മുതലാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടൊക്കെ ചരിത്രമൊക്കെ ആരംഭിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പറയാൻ പോണത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കും. ക്യാബിനറ്റ് മിഷനൊക്കെ 1946 മാർച്ച് 24 ഡൽഹിയിലെത്തുന്നു. ക്യാബിനറ്റ് മിഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആദ്യം എന്ത് നടക്കും? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കും. അപ്പൊ ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതപ്പോൾ ശ്രദ്ധിക്കണം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഭരണഘടനാ നിർമ്മാണ സഭ പ്രാതിനിധ്യ സ്വഭാവമുള്ള സഭയായിരുന്നു അല്ലെങ്കിൽ ഒന്നായിരുന്നു. രണ്ടാമത്തത്, പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മതിയായ പ്രാതിനിധ്യം ലഭിച്ചിരുന്നു. മൂന്നാമത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രാതിനിധ്യം നൽകപ്പെട്ടിരുന്നു. നാലാമത്തെ ഓപ്ഷൻ, നികുതി അടയ്ക്കുന്ന ഒരു വിഭാഗത്തിൽ പെട്ടവർക്ക് മാത്രമേ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം അനുവദിച്ചിരുന്നുള്ളൂ. അപ്പൊ ഈ ഒന്നാമത്തെ പ്രസ്താവന നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഭരണഘടനാ നിർമ്മാണ സഭ പ്രാതിനിധ്യ സ്വഭാവമുള്ള സഭയായിരുന്നു. ആ പ്രസ്താവന ശരിയാടെ. രണ്ടാമത്തെ പ്രസ്താവന, പട്ടിക വിഭാഗങ്ങളിൽ പെട്ടവർക്ക് മതിയായ പ്രാതിനിധ്യം ലഭിച്ചിരുന്നു. അതും പ്രസ്താവന ശരിയാ, നോട്ട് ചെയ്ത് വെച്ചേക്കണേ. മൂന്നാമത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രാതിനിധ്യം നൽകിയിരുന്നു. ആ പ്രസ്താവനയും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, നികുതി അടയ്ക്കുന്ന വിഭാഗത്തിൽ പെട്ടവർക്ക് മാത്രം വോട്ടവകാശം അനുവദിച്ചിരുന്നു. ആ നാലാമത്തെ പ്രസ്താവന, അതായത് നികുതി അടയ്ക്കുന്ന നമ്മുടെ രാജ്യത്ത് നല്ല സമ്പന്നരായിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കൊക്കെ ആയിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ എന്ത് വോട്ടവകാശം അനുവദിച്ചിരുന്നുള്ളൂ. ഈ ഓപ്ഷൻ സി, ഇവയെല്ലാം ശരിയാണ്. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. സ്റ്റേറ്റ്മെന്റ് മോഡലിൽ ചോദിക്കും കേട്ടോ, അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കണം. ഇവയെല്ലാം ശരിയാണ്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ നോക്കി വെച്ചേക്കണം കേട്ടോ. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾക്കിടയിൽ വാദപ്രതിവാദങ്ങൾ സൃഷ്ടിച്ച ആശയങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മളെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ടോട്ടൽ ആദ്യം 389 പേരെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഇപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ്. ടോട്ടൽ 389 അംഗങ്ങളെയൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കും. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം, അതായത് മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരമാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നതിൻ്റെ ഭാഗമായിട്ട് 389 എന്ന അംഗസംഖ്യ 299 കുറയും. ഈ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് ഭരണഘടനയിലെ അംഗങ്ങൾ തമ്മിൽ മിക്ക വിഷയങ്ങളിലും എന്താണ് വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് വാദപ്രതിവാദങ്ങൾ നടന്ന വിഷയങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെന്റ് മോഡലിൽ നോക്കി വെച്ചേക്കണം. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന തെറ്റായ പ്രസ്താവന നമുക്ക് നോക്കാം. അതിൽ ഒന്ന് പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തായിരിക്കണം. 2, ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ എന്തെല്ലാം ആയിരിക്കണം. 3, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കണമോ. 4, സ്വത്തവകാശത്തിന് ഭരണഘടന സംരക്ഷണം നൽകണമോ. ഈ 4 വിഷയങ്ങളുണ്ട്, 4 ആശയങ്ങളുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വാദപ്രതിവാദങ്ങൾ സൃഷ്ടിച്ചത് ഏതൊക്കെയെന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കിയിട്ട് പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തായിരിക്കണം എന്ന ആശയം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വാദപ്രതിവാദങ്ങൾ സൃഷ്ടിച്ച ഒരാശയമാണ്. ആ പ്രസ്താവന ശരിയാ, ക്ലിയർ. രണ്ടാമത്തേന്ന് വെച്ചാൽ ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ എന്തെല്ലാം ആയിരിക്കണം എന്നുള്ളത്
ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾക്കിടയിൽ വാദപ്രതിവാദങ്ങൾ സൃഷ്ടിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാ. മൂന്നാമത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കണമോ? ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. അത് വാദപ്രതിവാദങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ക്വസ്റ്റ്യനാ. നാലാമത്തത് സ്വത്തവകാശത്തിന് ഭരണഘടന സംരക്ഷണം നൽകണമോ? അപ്പൊ സ്വത്തവകാശത്തിന് ഭരണഘടന സംരക്ഷണം നൽകണമോ എന്ന ആശയവും ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വാദപ്രതിവാദങ്ങൾ കൊണ്ടുവന്ന ആശയമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞാൽ 1, 2, 4 ഓപ്ഷൻ സി. 1 കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തായിരിക്കണം? വാദപ്രതിവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. 2 ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ എന്തെല്ലാം ആയിരിക്കണം? അടുത്തത് ഏതാണ്? സ്വത്തവകാശത്തിന് ഭരണഘടന സംരക്ഷണം നൽകണമോ എന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ആൻസർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 1, 2, 4. ഈ 3 എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കണമോ? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കണോ? നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയില് യാതൊരുവിധ വാദപ്രതിവാദങ്ങളോ ഒന്നുമില്ലാതെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് എല്ലാം ഒരുപോലെ അംഗീകരിച്ച ഒരേ ഒരു ആശയമാണ് എന്ത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുവദിക്കണം. എന്താണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കണം. അതുമായി ബന്ധപ്പെട്ട് ഒരു വാദപ്രതിവാദവും ഇല്ല. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ എല്ലാ മെമ്പേഴ്സും അംഗീകരിച്ച ഒരു കാര്യമാണ് ഏത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കണം എന്ന ആശയം. അപ്പൊ ഇത് ഇനി വരുന്ന സ്റ്റേറ്റ്മെന്റ് മോഡലിൽ ക്വസ്റ്റ്യനിലൊക്കെ വരാൻ നല്ലൊരു സംഭവമാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾക്കിടയിലെ ഈ വാദപ്രതിവാദങ്ങൾ എന്ന് പറയുന്ന പോയിന്റ് ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കേണ്ടത്. വാദപ്രതിവാദങ്ങൾ എന്ന് പറയുന്ന പോയിന്റുമായി ബന്ധപ്പെട്ടാണ് ഇത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ മാത്രം ഒന്ന് നമുക്ക് പഠിക്കാം. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. ശരിയായ പ്രസ്താവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കൂൾ ടെസ്റ്റിലെ നോട്ടാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, +1 പൊളിറ്റിക്കൽ സയൻസിലെ നോട്ടാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്ന വർഷം നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി. 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത്. ഈ ആദ്യ തെരഞ്ഞെടുപ്പ് 2 മെത്തേഡിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുന്നത്. 1 ഇലക്ഷനാ, 2 നോമിനേഷനാ. ഏത് മെത്തേഡാ? 1 ഇലക്ഷൻ, രണ്ടാമത്തെ മെത്തേഡ് നോമിനേഷൻ. അപ്പൊ ഈ പ്രസ്താവന ക്വസ്റ്റ്യനിൽ നോട്ട് ചെയ്ത് വെച്ചേക്കണം. മുമ്പത്തെ പ്രീവിയസ് നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട ആദ്യ തെരഞ്ഞെടുപ്പ് 2 മെത്തേഡാണ്. 1 ഇലക്ഷൻ മെത്തേഡും രണ്ടാമത്തെ നോമിനേഷൻ മെത്തേഡ്. ഈ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. ഡയറക്റ്റ് ഇലക്ഷൻ ഒന്നും അല്ല എന്ന് ഓർത്ത് വെച്ചേക്കണം. ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ കൊണ്ടുവന്നത് 2 സ്ഥലങ്ങളാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുണ്ട്. അതെന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുണ്ട്. ബ്രിട്ടീഷ് ഗവർണർമാരുടെ കൺട്രോളിലൊക്കെ ഭരിക്കുന്ന സ്ഥലമായിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്? നാട്ടുരാജ്യങ്ങളുണ്ടല്ലോ. ഏകദേശം 600ഓളം നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നമ്മളെ തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമാണ്, കൊച്ചി ഒരു നാട്ടുരാജ്യമാണ്. എന്നാൽ മദ്രാസ് എന്താണ്? നാട്ടുരാജ്യമല്ല എന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അതെന്താണ്? ബ്രിട്ടീഷ് പ്രവിശ്യയുടെ കീഴിലൊക്കെ വരുന്ന ഒരു പ്രദേശമാണ് ഇത് മദ്രാസ് അല്ലെങ്കിൽ മലബാർ. അപ്പൊ നോർമലി ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് 2 സ്ഥലങ്ങളിൽ നിന്നാണെന്നും കൂടി ഇപ്പം പഠിച്ചു വെച്ചേക്കണം. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും, രണ്ടാമത്തെ എവിടുന്ന? നാട്ടുരാജ്യങ്ങളാണ്. ഓക്കെ. ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമപ്രകാരമാണ് നിയമസഭകൾ രൂപീകരിച്ചത്. ഈ സ്റ്റേറ്റ്മെന്റ് നോട്ട് ഓർത്ത് വെച്ചേക്കണേ. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ഏത് വർഷത്തെയാ? 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമം അനുസരിച്ചിട്ടാണ് നിയമസഭകൾ രൂപീകരിച്ചത്. ക്ലിയർ? അപ്പം ഈ നിയമസഭകൾ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമസഭകൾ രൂപീകരിക്കാൻ
കാരണമായിട്ടുള്ള നിയമം ഏത് നിയമം എന്ന് ചോദിച്ചാൽ 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമപ്രകാരമാണ്. ഓരോ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്കും നാട്ടുരാജ്യത്തിനും അവയുടെ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് സീറ്റുകൾ അനുവദിച്ചിരിക്കുന്നത്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്കും നാട്ടുരാജ്യങ്ങൾക്കും സീറ്റുകൾ അനുവദിച്ചിരുന്നത് എന്ത് മെത്തേഡ് തന്നെ? ജനസംഖ്യ അടിസ്ഥാനത്തിൽ. നമ്മൾ നിലവിൽ ലോക്സഭയിലോട്ടും സംസ്ഥാന നിയമസഭയിലോട്ടൊക്കെ തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചാൽ എന്തിന്റെ അടിസ്ഥാനം തന്നെ? ജനസംഖ്യ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓരോ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്കും നാട്ടുരാജ്യത്തിനും അവയുടെ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് സീറ്റുകൾ അനുവദിച്ചിരുന്നത് കേട്ടോ. ഈ 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന ആനുപാതത്തിലാണ് സീറ്റുകൾ അനുവദിച്ചിരുന്നത്. എങ്ങനെയാണ്? 10 ലക്ഷം പേരിൽ 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന ആനുപാതത്തിലാണ് എന്ത് സീറ്റുകൾ അനുവദിച്ചിരുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നോട്ട് ഓർത്തു വെച്ചേക്കണം. ക്ലിയർ? അപ്പൊ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ മാത്രമാണ് പഠിക്കുന്നത്. അതിൽ ആദ്യ തെരഞ്ഞെടുപ്പ് 2 മെത്തേഡ്, 1 ഇലക്ഷൻ, 2 നോമിനേഷൻ. അടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് 2 സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ്, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. മൂന്നാമത്തെ പോയിന്റ്, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ, നല്ല ക്വസ്റ്റ്യൻ ആയത്, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമപ്രകാരമാണ് എന്ത് രൂപീകരിച്ച നിയമസഭകളൊക്കെ രൂപീകരിച്ചത്. ഓരോ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്കും നാട്ടുരാജ്യത്തിനും അവയുടെ ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് സീറ്റുകൾ നിശ്ചയിച്ചിരുന്നത്. 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന ആനുപാതത്തിലാണ് എന്ത് സീറ്റുകൾ അനുവദിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ സീറ്റ് അനുവദിക്കപ്പെട്ട മതവിഭാഗം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 1 മുസ്ലിമും, 2 സിഖും, 3 ജനറലുമാണ്. ഈ ജനറൽ എന്ന് വെച്ചാൽ പൊതുവിഭാഗമാണ്. അപ്പൊ ചിലപ്പം ക്വസ്റ്റ്യൻ മാറ്റിയൊക്കെ ചോദിക്കും കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ സീറ്റുകൾ അനുവദിക്കപ്പെട്ട മതവിഭാഗം ഹിന്ദുസ്, സിഖ്, ജനറൽ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഓർത്തു വെച്ചേക്കുക, ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ സീറ്റുകൾ അനുവദിക്കപ്പെട്ട മതവിഭാഗം മുസ്ലിം, സിഖ്, ജനറൽ ആണ്. ഈ ജനറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മതവിഭാഗക്കാരും ഏതിനകത്ത് ഉൾപ്പെടും? ഭരണഘടനാ നിർമ്മാണ സഭയിൽ എല്ലാ മതവിഭാഗക്കാരും ഉൾപ്പെടും എന്നതാണ് ഇവിടെ പൊതുവിഭാഗം അല്ലെങ്കിൽ ജനറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവിശ്യ നിയമസഭകളിലെ ഓരോ സമുദായത്തിലെ അംഗങ്ങൾ അവരുടെ സ്വന്തം പ്രതിനിധികളെ എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുക്കുന്നു. അതായത് മുസ്ലിം വിഭാഗത്തിലുള്ളവർ അവരുമായി ബന്ധപ്പെട്ട മതവിഭാഗത്തിലുള്ളവരെ തെരഞ്ഞെടുക്കുന്നു. സിഖ് ആണെങ്കിൽ സിഖുമായി ബന്ധപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ടുള്ളവർ അവരുടെ എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുത്ത് വിടുന്നു. അതാണ് പറയുന്നത് പ്രവിശ്യ നിയമസഭയിലെ ഓരോ സമുദായത്തിലെയും അംഗങ്ങൾ അവരുടെ സ്വന്തം പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ച് കൈമാറ്റം ചെയ്യാവുന്ന സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം അഥവാ ഏക കൈമാറ്റ വോട്ട് സിസ്റ്റം വഴിയാണ് എന്ത് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതും പ്രീവിയസ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ. എന്താണ് ഈ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്? ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള ഏക കൈമാറ്റ വോട്ട് അല്ലെങ്കിൽ എന്താണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം വഴിയാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എലക്ഷൻ എന്നാ പറഞ്ഞ ഇലക്ഷൻ 2 ഇലക്ഷൻ ഉണ്ട്, ഡയറക്റ്റ് ഇലക്ഷനും ഇൻഡയറക്റ്റ് ഇലക്ഷനും ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്, നിങ്ങൾ ഓർത്തു വെച്ചിരുന്നാൽ മതി. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 11 നിയമസഭകളൊക്കെ നമ്മളെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ രൂപീകരിച്ച് ആ നിയമസഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ജനങ്ങൾ ഡയറക്റ്റ് ആണ്. ആ നിയമസഭ രൂപീകരിച്ച് അതിലെ അംഗങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അതെന്ത് ഇലക്ഷനാ? ഇൻഡയറക്റ്റ് ഇലക്ഷനാ. ഇൻഡയറക്റ്റ് ഇലക്ഷൻ വന്നതുകൊണ്ടാണ് ഇവിടെ ഏത് വേർഡ് വന്നത്? ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള ഏക കൈമാറ്റ വോട്ട് അല്ലെങ്കിൽ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം വഴി അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ലായിരുന്നു തെരഞ്ഞെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ലായിരുന്നു. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ലായിരുന്നു തെരഞ്ഞെടുത്തത്. നോട്ട് ചെയ്ത് വെച്ചേക്കണം. അന്ന് ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഒന്നും നോക്കിയില്ലേ കേട്ടാ. അന്ന് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യ തെരഞ്ഞെടുപ്പിൽ അംഗങ്ങളെ തെരഞ്ഞെടുത്ത സമയത്ത് എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ പ്രാതിനിധ്യ സ്വഭാവമുള്ള സഭയായിരുന്നോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നുടെ. അതുകൊണ്ടാണ് അതിനകത്ത് പ്രാതിനിധ്യ സ്വഭാവമുള്ള സഭ എന്ന് പറയുന്നത്.
പിന്നീട് എല്ലാ മതവിഭാഗക്കാർക്കും എന്താണ് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞില്ല ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞില്ല. അപ്പൊ ജനറൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ മതവിഭാഗവും വരും കേട്ടോ. അതാണ് ഓർത്ത് വെച്ചേക്കേണ്ടത്. എല്ലാ മതവിഭാഗക്കാർക്കും എന്തുണ്ട്? പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. പട്ടിക വിഭാഗത്തിൽ പെട്ടവർക്കും മതിയായിട്ടുള്ള പ്രാതിനിധ്യം ലഭിച്ചിരുന്നു. അതൊക്കെ എടുത്തു പറയുന്നതാണ് കേട്ടോ. അത് എന്താണ്? എല്ലാ മതവിഭാഗക്കാർക്കും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതിനകത്ത് ആരും വരുന്നുണ്ട്? പട്ടിക വിഭാഗത്തിൽ പെട്ടവർക്കും മതിയായിട്ടുള്ള എന്തുണ്ട്? കോൺസ്റ്റന്റ് അസംബ്ലിയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഓർത്തു വെച്ചേക്കുക, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലായിരുന്നു തെരഞ്ഞെടുത്തത്. ഇത് പ്രീവിയസാ. ഭരണഘടനാ നിർമ്മാണ സഭ പ്രാതിനിധ്യ സ്വഭാവമുള്ള സഭയായിരുന്നു. എല്ലാ മതവിഭാഗക്കാർക്കും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. പട്ടിക വിഭാഗത്തിൽ പെട്ടവർക്ക് മതിയായ പ്രാതിനിധ്യം ലഭിച്ചിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എന്താണ്? പ്രാതിനിധ്യം ലഭിച്ചിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എന്താണ്? പ്രാതിനിധ്യം ലഭിച്ചിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷവും എന്നാൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പാർട്ടി ഏതാണ്? കോൺഗ്രസ് പാർട്ടിയാണ്. എന്നാൽ പോലും ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ എന്തുണ്ടായിരുന്നു? കോൺസ്റ്റന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട ആദ്യ തെരഞ്ഞെടുപ്പിൽ എന്തുണ്ടായിരുന്നു? പ്രാതിനിധ്യമൊക്കെ ലഭിച്ചിരുന്നു. ആ പ്രസ്താവനയും ശരിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ച പാർട്ടി ഏതാണ്? കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം എത്രയാ? 208 സീറ്റ് കിട്ടി. ഇപ്പൊ ബ്രിട്ടീഷ് പ്രവിശ്യകളിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ച സീറ്റ് എത്ര? 208. ചിലപ്പോൾ ഈ നമ്പറൊക്കെ മാറ്റിയിട്ട് കളയും. 207 ആണോ, 208 ആണോ, 209 ആണോ? 208 സീറ്റാണ് ആർക്ക് കിട്ടുന്നത്? ബ്രിട്ടീഷ് പ്രവിശ്യകളിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഭൂരിപക്ഷ പാർട്ടിയാണ് ഏത്? കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം നോട്ട് ചെയ്ത് വെച്ചേക്കണം. 208 ആണ്. മുസ്ലിം ലീഗിന് ലഭിച്ച സീറ്റ് എത്രയാണ്? 73 സീറ്റ്. എത്രയാണ് മുസ്ലിം ലീഗിന് ലഭിച്ച സീറ്റ്? എത്രയാണ്? 73 സീറ്റാണ്. 73 സീറ്റ് ആർക്ക് കിട്ടുന്നുള്ളൂ? അന്ന് മുസ്ലിം ലീഗിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയൊക്കെ രൂപീകരിക്കുന്ന ആദ്യ സമയത്ത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച് ആദ്യ സമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടിയ സമയത്ത് ആര് പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്? മുസ്ലിം ലീഗ് പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വളരെ കുറഞ്ഞുപോയി. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക്? കോൺഗ്രസ് പാർട്ടിക്ക് എത്ര വോട്ടേ കിട്ടുന്നുള്ളൂ? എത്ര സീറ്റേ കിട്ടുന്നുള്ളൂ? 73 സീറ്റ്. പിന്നെ മറ്റുള്ളവർക്ക് കിട്ടുന്ന സീറ്റ്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണമാണ് എത്ര? 15 സീറ്റ്. എത്രയാണ്? 15 സീറ്റ്. ക്ലിയർ? 15 സീറ്റ്. നികുതി അടക്കുന്ന വിഭാഗത്തിൽ പെട്ടവർക്കായിരുന്നു അന്ന് വോട്ടവകാശം. അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് മോഡൽ. അന്ന് ഈ നികുതി അടയ്ക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഉന്നത പദവിയിലുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് എന്ത് ഉള്ളായിരുന്നു? അവർക്കായിരുന്നു എന്ത്? വോട്ടവകാശം എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. ഇപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നമ്മുടെ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള മഹാത്മാഗാന്ധിജി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അംഗമല്ലായിരുന്നു. ഓർത്തു വെച്ചേക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആര് അംഗമല്ലായിരുന്നു? മഹാത്മാഗാന്ധിജി അംഗമല്ലായിരുന്നു. അപ്പൊ നികുതി അടയ്ക്കുന്ന വിഭാഗത്തിൽ പെട്ടവർക്ക് വോട്ടവകാശം അനുവദിച്ചിരുന്നു. പ്രസ്താവന ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മഹാത്മാഗാന്ധി അംഗമായിരുന്നോ അല്ലയോ എന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധേയമായിട്ടുള്ള ക്വസ്റ്റ്യനാ. പ്രീവിയസ് ക്വസ്റ്റ്യനാ. മഹാത്മാഗാന്ധി ഏത് സഭയിൽ അംഗമല്ല? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അംഗമല്ല. അപ്പൊ നമ്മൾ ഇപ്പം പഠിച്ചത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട ആദ്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് കേട്ടോ. പ്രസ്താവന നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ആദ്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ പഠിച്ചത്. സ്കൂൾ ടെസ്റ്റിലെ നോട്ടാണിത്. ആദ്യ തെരഞ്ഞെടുപ്പ് 2 മെത്തേഡാണെന്ന് ഓർത്ത് വെച്ചേക്കനോടെ. ഒന്ന് എന്തുകൂടെ? ഇലക്ഷനും 2 നോമിനേഷനാണ്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്ത 2 പ്രവിശ്യകളിൽ നിന്നാണ്, 2 സ്ഥലങ്ങളിൽ നിന്നാണ്. ഒന്ന് ബ്രിട്ടീഷ് പ്രവിശ്യയും 2 ഏതാണ്? നാട്ടുരാജ്യങ്ങളാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമപ്രകാരമാണ് നിയമസഭകൾ രൂപീകരിച്ചത്. ഓരോ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്കും നാട്ടുരാജ്യത്തിനും അവയുടെ ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് സീറ്റുകൾ അനുവദിച്ചിരുന്നത്. 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന ആനുപാതത്തിലാണ് സീറ്റുകൾ അനുവദിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ സീറ്റുകൾ അനുവദിക്കപ്പെട്ട മതവിഭാഗം മുസ്ലിം, സിഖ്, ജനറൽ. പ്രവിശ്യ നിയമസഭയിലെ ഓരോ സമുദായത്തിലെ അംഗങ്ങൾ അവരുടെ സ്വന്തം പ്രതിനിധികളെ തെരഞ്ഞെടുക്കൂ. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ച് കൈമാറ്റം ചെയ്യാവുന്ന സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം വഴിയാണ് തെരഞ്ഞെടുത്തത് അംഗങ്ങളെ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലായിരുന്നു തെരഞ്ഞെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭ പ്രാതിനിധ്യ സ്വഭാവമുള്ള സഭയായിരുന്നു. എല്ലാ മതവിഭാഗക്കാർക്കും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. പട്ടിക വിഭാഗത്തിൽ പെട്ടവർക്കും മതിയായിട്ടുള്ള പ്രാതിനിധ്യമൊക്കെ അനുവദിച്ചിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രാതിനിധ്യം അനുവദിച്ചിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിലെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ച പാർട്ടി ഏതായിരുന്നു? ഈ കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ച സീറ്റ് എത്രയാണ്? 208 സീറ്റാണ്. മുസ്ലിം ലീഗിന്
ലഭിച്ച സീറ്റ് 73 സീറ്റാണ്. മറ്റുള്ളവർക്ക് ലഭിച്ച സീറ്റ് എത്രയാണ്? 15 സീറ്റാണ്. നികുതി അടയ്ക്കുന്ന ഒരു വിഭാഗത്തിൽ പെട്ടവർക്ക് മാത്രമായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട ആദ്യ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം. ആർക്കാണ്? നികുതി അടയ്ക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 6 അംഗമല്ലായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മഹാത്മാഗാന്ധിജി അംഗം അല്ലായിരുന്നു. ഇത്രയും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ജാനുവരി 13 മൺഡേ ആണ്. 75 ഡേയ്സ് ടൈം ടേബിൾ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. ഹൈലി ക്വാളിഫൈഡ് ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്. ഡെയിലി ഗൈഡൻസും സപ്പോർട്ടും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫുൾ PDF നോട്ട് അവൈലബിൾ ആണ്. മോഡൽ എക്സാമും മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.